വരട്ടെ. അതുപോലെ ഇതിൽ അഭിനയിച്ച പാർട്ടിസിപ്പൻസ് ഓരോരുത്തരായിട്ട് സ്ക്രിപ്റ്റ് കൊടുത്തത് എടുത്തിട്ടില്ല, അപ്പം ഞാൻ സോറി, എൻ്റെ പേര് ഹരിദാസ്. ഞാൻ എൻ്റെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും പരിചയപ്പെടുത്തട്ടെ. ആദ്യമായിട്ട് അതെ, ആദ്യമായിട്ട് എൻ്റെ ശത്രുവിനെ ഞാൻ പരിചയപ്പെടുത്താം. ദുര്യോധനൻ, ബാജി ഓടംവേലി. താടി എടുക്കില്ലെന്ന് പറഞ്ഞില്ല, ഞാൻ താടി എടുപ്പിച്ചത്, ഞാൻ മാത്രം താടി എടുത്തു. അടുത്ത് നമ്മുടെ വിതുരരെ വിളിക്കാം. വിതുരർ സന്തോഷ് പിള്ളൈ. ധർമ്മപുത്രൻ അനശ്വർ മാമ്പള്ളി. പിന്നെ അർജുനൻ ഷെലി തോമസ്. നകുലൻ രാജേന്ദ്രൻ. സഹദേവൻ ഷാജി മാത്യു. പിന്നെ ഞങ്ങളുടെ സ്ത്രീരത്നങ്ങൾ കുന്തി. ഞങ്ങളുടെ ലിറിക്സ്, ഇതിന്റെ തിരക്കഥ അല്ലെങ്കിൽ സ്റ്റേജ് പ്ലേ അത് എഴുതിയ ആള് നമ്മുടെ ബിന്ദു ടി ജി. ബിന്ദു ടി ജി ഇല്ലെങ്കിൽ ഇതിവിടെ സംഭവിക്കില്ല. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പാഞ്ചാലിയായിട്ട് അഭിനയിക്കുന്ന ദീപ്തി, ഡോക്ടർ ദീപ്തി സക്കറിയ. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്ത് വിശോകൻ തോമസ് ചിറമേൽ. പിന്നെ ഞങ്ങളുടെ ഇത് ഒരു നാടകം എന്ന് പറയുന്നത് കുറച്ച് പേര് മേഷം കെട്ടി സ്റ്റേജിൽ കയറിയത് കൊണ്ട് മാത്രം കംപ്ലീറ്റ് ആകുന്ന ഒരു കാര്യമല്ല. ഇതിന് ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട്, അത് ഓൾറെഡി പറഞ്ഞു. ഡയറക്ഷൻ ഞാനാണ് ചെയ്തത്. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അനശ്വർ. പിന്നെ മ്യൂസിക് ചെയ്തത് ഷാലു ഫിലിപ്പാണ്. ഷാലു ഫിലിപ്പ് ഇവിടെ വന്നിട്ടില്ല, വളരെ തിരക്കുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഭംഗി ഞങ്ങളുടെ അഭിനയത്തിനും ഒക്കെ എന്തെങ്കിലും കുറഞ്ഞു പോയാൽ അത് പരിഹരിക്കുന്നത് മ്യൂസിക്കാണ്. ഷാലുവിന് വളരെ നന്ദി. പിന്നെ ലൈറ്റിങ്ങിന്, അതുപോലെ ഞങ്ങളുടെ സ്റ്റേജ് മാനേജറായിട്ട് സുന്ദരിയായ അനുവ. സുന്ദരിയായ പാഞ്ചാലി എന്ന് പറഞ്ഞ് ഞാൻ പഠിച്ചത്, അനുവ കമോൺ പ്ലീസ്. പിന്നെ അരുൺ പോൾ ഞങ്ങളുടെ, പിന്നെ ബിജോയ്, റോയ്, പിന്നെ സിജു ഞങ്ങളുടെ ബാക്കിൽ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ആളൊക്കെ പ്ലീസ്. പിന്നെ ആരാ, റോയ്, അരുൺ പോൾ ഞങ്ങളുടെ എന്ത് പ്രശ്നം ഉണ്ടായാലും സഹദേവനെ ലാസ്റ്റ് മിനിറ്റ് സംഘടിപ്പിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തട്ടിൽ കയറാൻ റെഡിയായിട്ട് നിൽക്കുന്ന എവർ റെഡി. ഇങ്ങനെ ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല. ഈസ് വൺ ഓഫ് അവർ പല ബാക്ക് ബോൺസിൽ വരണം. താങ്ക് യു സോ മച്ച്. ബാക്ക് ബോൺ എത്ര ബാക്ക് ബോൺസ് നോക്കണം. ഇനി എന്താ കേൾക്കട്ടെ പറയാനുള്ളത്? സ്ക്രിപ്റ്റ് കിട്ടി, ഇനി വേണ്ടല്ലോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രണ്ടാം മൂഴം ആസ്വദിച്ച പോലെ എഴുതി MTD ഒക്കെ ഒരു കൃതി എടുക്കാനുമ്പോൾ പേടിച്ചിട്ടാണ്. ഇതിനു മുമ്പ് 4 പ്രാവശ്യം ബഷീറിൻ്റെയും കുമാരനാശാന്റെ കൃതികളൊക്കെ എടുത്ത് നമ്മളിവിടെ അരങ്ങേറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ചെയ്യുന്നത് ശരി എന്നുള്ളത്. പക്ഷെ MTD ഓരോ കൃതി എടുക്കുമ്പോഴും വല്ലാതെ ധ്യാനിച്ച് നല്ലോണം ഒത്തിരി വായിച്ചിട്ട് തന്നെയാണ് എഴുതാൻ നോക്കിയത്. അത് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു അവസരം തന്നതിന്. പിന്നെ ഹരിദാസ് ഇത്രയും ചെയ്തതിനും ഹരിദാസ് ആൻഡ് ടീം ഭരതകലയ്ക്ക് പ്രത്യേകം നന്ദി. ആ സ്ക്രിപ്റ്റ് കൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ മോടി പിടിപ്പിച്ച എല്ലാ ഡയലോഗും, ഇത് വലിയൊരു പണിയാണ്. ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ ഭരതകല എന്ന് പറയുന്നത് ലാനയുടെ ഒരു പാർട്ടാണിപ്പോൾ. കഴിഞ്ഞ 3-4 ജോസനാണ് തുടങ്ങി വെച്ചത്. ഭരതകലയുടെ ആദ്യമായിട്ടുള്ള ഞങ്ങളുടെ പ്രേമലേഖനം ഞങ്ങൾ ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട്. പ്ലസ് പ്രണയാർദ്രം ഞങ്ങൾ സ്റ്റേജിൽ ചെയ്തായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ലാന.
പിന്നെ അത് കഴിഞ്ഞ് സ്ഥലത്തെ പ്രധാന കല്യാണം ന്യൂയോർക്കിൽ വെച്ച് ചെയ്തു. പിന്നെ ബഷീറിന്റെ പ്രേമലേഖനം ഞങ്ങൾ ഓൺലൈനായിട്ട് ചെയ്തു. അതൊരു പുതിയ പരീക്ഷണമായിരുന്നു. വേറെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ആ ഐഡിയ. അതായത് ഞങ്ങൾ 3 സ്ഥലത്തുനിന്ന്, ഒരാൾ കാലിഫോർണിയയിൽ നിന്ന്, ഒരാൾ ഗാർലൻഡിൽ നിന്ന്, ഒരാൾ ഇർവിങ്ങിൽ നിന്ന്, ഞങ്ങൾ പ്രേമലേഖനത്തിലെ കേശവൻ നായരും പിന്നെ നറേറ്ററും പിന്നെ സാറാമ്മയായി അഭിനയിച്ചായിരുന്നു. ഐ തിങ്ക് പീപ്പിൾ ലൈക്ക് ഇറ്റ്. പിന്നെ ഒരെണ്ണം കൂടെ കുമാരനാശാന്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒരു നാടകം ഞങ്ങൾ എവിടെ വെച്ചാൽ ചെയ്തത്, നമ്മൾ നാഷണലാണ് ചെയ്തത്. അതിനെല്ലാം അവസരം തന്ന ലാനയോട് ഇറങ്ങാൻ തീരാത്ത കടപ്പാടുണ്ട്. വളരെ നന്ദി. പിന്നെ നമ്മളെല്ലാം ലാനയുടെ പാർട്ടാണ്. സോ ഇതിനകത്തില്ല, ലാനയുടെ പാർട്ടില്ലാത്ത 1-2 പേരുണ്ട്. അവരെ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ ഇത് ഞങ്ങളെ സഹായിച്ചു ഇവിടെ ഇരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. ഈ കുറഞ്ഞ ചെറിയ സ്റ്റേജിൽ ഓ താങ്ക് യു.